മകളെ ദുബൈയിൽ നിന്നും ഇമറാത്തിൽ നിന്നും വന്ന വിശിഷ്ട അതിഥികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശദമായി സംസാരിക്കാൻ പോകുന്നില്ല. പക്ഷെ ഉംറ എന്ന നിലക്ക് ഞാനിവിടെ വന്നത് മുൻ മന്ത്രിന്നോ അല്ല, ഒരു രാഷ്ട്രീയക്കാരെന്ന നിലന്നോ അല്ല. ഒരു സാധാരണ സുന്നിയാണ്, സുന്നി സ്നേഹിയാണ് എന്ന നിലക്കാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നത്. അൽഹംദുലില്ലാഹ് ഈ ദീനി സ്ഥാപനം 42 കൊല്ലങ്ങളായി. ഒരു മഹാൻ കളക്ടർ അബ്ദുൽ ഖാദർ ഹാജി അവർ കൊടുത്ത ഈ സ്ഥലത്ത് ഈ സ്ഥാപനം നിലനിൽക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പുമാർ മാറ്റുമാറാകട്ടെ. ഇന്ന് എം എ ഉസ്താദ് സൂചിച്ച പോലെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് മുസ്ലിംമാരെ കിട്ടൂല. കാരണം സമുദായം ആലിമുകളോടുള്ള സ്നേഹം ദൈനംദിന കൂടുമ്പോൾ കുറഞ്ഞുകൊണ്ടാ പോകുന്നത്. ഒരു മഹലിൽ ഒരു പള്ളി നടത്തണം, ഒരു പള്ളിക്ക് പിരിവ് വേണമെന്ന് പറഞ്ഞ് ജനങ്ങൾ ചെന്നാൽ ആ കാലത്ത് കാണിച്ച സ്നേഹമല്ല ഇക്കാലത്ത് കാണിക്കുന്നത്. സ്ഥിരമായി ഒരു മാസത്തിൽ 200 രൂപ ഒരു പള്ളിക്ക് പിരിവ് കൊടുക്കാനുള്ള ഒരു വീടുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂലേ? ടാറ്റ TV, സ്കൈനെറ്റ്, ഏഷ്യാനെറ്റ്, ZTV എല്ലാ ഹലാക്കിന് മാസം 400 രൂപ TV ശൈത്താനെ കാണാൻ 400 രൂപ കൊടുക്കാൻ നമുക്ക് ശക്തിയുണ്ട്. 200 രൂപ ഒരു പള്ളിക്ക് കൊടുക്കാൻ നമുക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞാൽ ഇനി ആ വീട്ടിൽ റഹ്മത്ത് വാ എന്ന് പറഞ്ഞാൽ വരാൻ സാധിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഏതെങ്കിലും ആ മഹലിലുള്ള പള്ളിയിലുള്ള മുസ്ലിയാർ വന്ന് വീട്ടിൽ കയറുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ വീട്ടിന്റെ ഉടമസ്ഥൻ പറയൂ, അതാ ഇപ്പൊ ഈ ബസ്സുണ്ട് അങ്ങ് കയറിക്കോളി, എന്തിനാ വന്നതെന്ന്. സലാമ് മടുക്കാനുള്ള സാഹചര്യമില്ല. ആ മഹലിലുള്ള പോലീസ് സബ് ഇൻസ്പെക്ടർ സോമനോ ശ്യാമനോ നിങ്ങളെ വീട്ടിൽ കയറിയാൽ ഉടനെ വിളിക്കും, മോനെ കുടിക്കാൻ കൊണ്ടേടാ, തണുത്ത കൊണ്ടേടാ, ചൂട് കൊണ്ടേടാ, സബ് ഇൻസ്പെക്ടറിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഹംകിത്തറിന്റെ പരിപാടി നമ്മളെടുത്ത് ഉണ്ടായാലേ ഇനി അള്ളാന്റെ മലക്കുകൾ നമ്മൾ വീട്ടിലേക്ക് വരുമോ? നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണിത്. ഇത് ആലിമുകളാരും തുറന്നു പറയൂല. പറഞ്ഞാല് അന്നേരം നിങ്ങൾ അതിന്റെ മുകളിൽ ചർച്ച ഉണ്ടാക്കും. മൊയിലാരെ കണ്ട ഇങ്ങനെ പ്രസംഗിച്ചു. ഈ സ്ഥാപനങ്ങൾ ഇന്ന് 200ഓളം കുട്ടികൾ ഈ തലയും കെട്ടി ദീനിന്റെ വിരുമ്പും മേടിച്ച് ദീൻ നിലനിർത്താനല്ല വന്നത്. ഇവരും BSCയോ BEയോ MBBS. ഒരു ഉപ്പ MBBS പഠിക്കണമെങ്കിൽ 30 ലക്ഷം കൊടുക്കുന്നുണ്ട്. BE പഠിക്കുന്നുണ്ടെങ്കിൽ 5 ലക്ഷം കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉപ്പ എന്റെ മോനെ ആലിമാക്കുന്ന 1 ലക്ഷം രൂപ കൊടുത്ത ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? 50 കൊല്ലം 60 കൊല്ലം ജീവിക്കുന്ന ദീനിന് വേണ്ടിയിട്ട് 60 ലക്ഷം 70 ലക്ഷം രൂപ നമ്മള് ചെലവ് ചെയ്യുന്നുണ്ട്. ദുനിയാവല്ലാണ്ട് ആഖിറത്തിലേക്ക് പഠിച്ചവനക്കല്ല, പഠിപ്പിച്ചവന്റെ കുടുംബത്തിനും ഹൈറായി കൊടുക്കുന്ന ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ ചെലവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ഇതിനെക്കാട്ടി വലിയ ഉദാഹരണങ്ങളുണ്ടോ? ഇന്ന് ക്രിസ്ത്യാനികളെ അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ന് ക്രിസ്ത്യാനികളെ മിഷണറീസ് എത്ര കോടിക്കണക്കിന് രൂപകൾ ഇങ്ങനെ ഒരു പിരിവാണത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ന് ലോകത്തിന് അന്ന് മുതൽ ഇന്ന് വരെ കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്താലും അവരിൽ ബർക്കത്ത് കാണുന്നില്ല. പക്ഷെ ഇന്ന് കേരളത്തിൽ ഞാൻ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു കൊല്ലം കേന്ദ്രത്തിലുണ്ടായി ഭരണം നടത്തിയവനാണ്, അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഇത്ര ആയിരക്കണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമുകളെ പുറത്തു കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു രാജ്യം അത് ഇന്ത്യയിലുണ്ടെങ്കിൽ അത് കേരള രാജ്യം മാത്രമാണെന്നുള്ള ഒരു അഭിമാനിക്കാൻ നമുക്ക്, ആ അഭിമാനം നമുക്കുണ്ട്. അതുകൊണ്ട് മുതലാളിമാര് ഒരു തീരുമാനിക്കുക, ഞാൻ ഇന്ന് 100 രൂപ സമ്പാദിച്ചാൽ 20 രൂപ ഞാൻ
ഇതാ ഈ സ്ഥാപനത്തിന്, എന്റെ ദീനി സ്ഥാപനത്തിലേക്ക് ഞാൻ കൊടുക്കാൻ ഒരു നിയത്ത് ചെയ്തു. കൊടുത്തോക്ക്, അതിന്റെ ബർക്കത്ത് എത്ര ഉണ്ടാവും? ഇന്ന് ഈ സ്ഥലം അന്ന് കാന്തരാജ് കൊടുത്തു, അവരുടെ കുടുംബം ഇന്ന് ഒന്നല്ല ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തോണ്ട് രക്ഷിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്നെ നിങ്ങൾ കാണുന്നില്ലേ? സാദാത്യങ്ങളെ ഉലുമാക്കളെ ബഹുമാനിച്ച ഞാനല്ലേ കൂത്തുപറമ്പിലെ ചെങ്ങച്ചങ്ങായി കുഞ്ഞുകുട്ടിയലിന്റെ മകൻ. ഒരു കൊല്ലമല്ലേ ഞാൻ ഭരണം നടത്തിയത്, പിന്നെ ഈനാക്കാട്ടി വലിയ കറാമത്തുമാണ്. തിരുവനന്തപുരത്തുള്ള മന്ത്രിമാർക്കിടെ വരാൻ സമയമില്ല, പക്ഷെ യുഎഇയിലുള്ള മന്ത്രിമാരുടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മളെ മന്ത്രിമാർക്ക് ദീനായിട്ട് എത്രയാണ് അടുപ്പുള്ളത്. ഇന്ന് കർണാടകത്തിന്റെ സ്ഥിതി, ഒരു കൊല്ലത്തിൽ 250 കോടി റുപ്യ വഖഫ് ബോർഡിന് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അവിടെ BJP അല്ല, ഏത് ഹലാക്കിന്റെ ഹമുക്ക് വന്നാലും അത് കൊടുത്താകണം, നിർത്താൻ പറ്റൂല. കാരണം അതൊരു പതിവായിപ്പോയി. ഒരു പള്ളി എടുക്കണമെങ്കിൽ 50,000 മുതൽ 5 ലക്ഷം വരെ ഗവൺമെന്റ് വഖഫ് ബോർഡ് കൊടുക്കുന്നുണ്ട്. എന്നാ പിന്നെ കേരളത്തിൽ അത് നിങ്ങൾക്ക് കൊണ്ടുവന്നൂടെ? നിങ്ങളെല്ലാം ദീനുൽ ഇസ്ലാമിന്റെ പേരും ബിസ്മില്ല പറഞ്ഞിട്ട് കയറിയതല്ലേ? അപ്പൊ ആ ബിസ്മില്ല പറയിപ്പിക്കുന്ന ആളെ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ പൈസ കൊടുത്താലും മേടിപ്പിച്ച എന്നാ പിന്നെ നിങ്ങൾക്ക് ശക്തിയില്ലേ? ഇത് ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അൽഹംദുലില്ലാഹ്, എനിക്കൊന്ന് കേട്ട് സന്തോഷമായി. ഞാൻ ഇവിടെ വരുമ്പോ എന്റെ കയറി ഇവിടുത്തെ MLA വന്നിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു ഇല്ല അൽഹംദുലില്ലാഹ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മന്ത്രിമാർക്ക് സമയമില്ല. UAEയിലുള്ള ദുബൈയിലുള്ള മന്ത്രിമാർക്കിടെ വരാൻ സമയമുണ്ട്, തിരുവനന്തപുരത്തുള്ള മന്ത്രിമാർക്ക് വരാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളായ നിങ്ങൾ പോലോട് വന്നേരം ചോദിക്കണം. എന്തുകൊണ്ട് ഞാനിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് വന്ന? എന്തുകൊണ്ട്? വോട്ടിന് വേണ്ടിയിട്ടാണോ? അല്ല. ഓൽക്ക് വരാൻ ഒരു പേടി ഉണ്ടാവും. ഇത് 2 വിഭാഗമായതുകൊണ്ട് ഇവിടെ പോയാൽ മറ്റേയാൾക്ക് ദേഷ്യം പിടിക്കുമോന്ന്. എന്നാ പിന്നെ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ അത് നിങ്ങൾ പുറത്തു പറ. ഇലക്ഷനിൽ വോട്ട് വേണമെങ്കിൽ എല്ലാവരും വേണം. ജയിച്ചാൽ അഭിനന്ദനം പുറത്തു വരില്ല. വീട്ടിൽ വന്നിട്ട് മുസ്ലിംമാരോ തങ്ങന്മാരും വരൂ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ജയിച്ചു പോയി, അൽഹംദുലില്ലാഹ് വലിയ AP ഉസ്താദ് വേണം, ഉള്ളാളം തങ്ങൾ വേണം. ഇരുന്നതിന്റെ ശേഷം എന്താ മറന്നു പോകുന്നതെന്ന്? ഇതിങ്ങനെ പതിവ് നടന്നാല് എല്ലാ 5 കൊല്ലത്തിന് ഒരു പ്രാവശ്യം പ്രസവം ഉണ്ടാവും, മറക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിന് ഒരു പ്രാവശ്യം പ്രസവിക്കുന്ന പെണ്ണ. ഇപ്രാവശ്യം പ്രസവം സുഖത്തിലായിപ്പോയി. ഇനി അടുത്ത പ്രാവശ്യം പ്രസവം വന്നാ പിന്നെ സിസേറിയൻ ഇടേണ്ടി വരൂ. അത് കാലത്തിന് നിൽക്കാൻ പോകണ്ട. കോഴിക്കോട് പള്ളി വരുന്നുണ്ട്, അതിനൊരു എതിർപ്പ്. എന്തിനാണ് ഇത്ര വലിയ പള്ളി? ഞാൻ ചോദിച്ചാടോ, ഇന്റെ ഒരു വീട് 10 കോടി റുപ്യന്റെ വീട് ഒരു മനുഷ്യനെടുക്കാൻ പറ്റൂ? അള്ളാന്റെ വീട് 40 കോടി റുപ്യക്ക് എടുത്താൽ എനിക്കെന്താ വയറ്റിൽ വേദന? ഇത് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ മന്ത്രിയുള്ള സമയത്ത് ജാമിയ നൂറിയ അവർ നടത്തുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യണം. അന്ന് ഈ അഹമ്മദ് ശിഹാബങ്ങളെ പറഞ്ഞത് ഞാൻ നിരാകരിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനമാണ്, ഞാൻ വരാൻ തയ്യാറാണ്. ജാമിയ നൂറിയ മലപ്പുറത്ത് 1997 സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട്? അവർ വന്ന ഏത് കാര്യവും ഞാൻ മന്ത്രിയുള്ള സമയത്ത് രണ്ടാം തരം ഞാൻ കാണിക്കാൻ പോയിട്ടില്ല. ഒരു എയർ ഇന്ത്യ ഓഫീസിലെ ബിൽഡിങ്ങിന് വേണ്ടി മറ്റു കൂട്ടി ചോദിച്ചാൽ ഇത് നമ്മളെ സ്ഥാപനത്തിലേക്ക് കൊടുക്കണം. അന്ന് ഞാൻ മന്ത്രിയായ അന്നേരം തന്നെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്ത്. കാരണം സുന്നത്ത് ജമാഅത്തിന് അത് ഒരു സത്യമാണ്. എന്റെ ആശയം, ഞാൻ നിൽക്കുന്ന സുന്നത്ത് ജമാഅത്ത് അൽ ബുഖാരി അബ്ദുൽ റഹ്മാൻ കുഞ്ഞുക്കോയ തങ്ങൾ മഹാനവറുകൾ കാന്തപുരം MA ഉസ്താദ് ഈ സാദാത്യങ്ങളുള്ള ജമാഅത്ത് തന്നെ ഒറിജിനലാണ്. അതിൽ യാതൊരു വ്യത്യാസമില്ല. അത് യാതൊരു ഞാൻ പറയൂ, ആ സമ്മേളനത്തിന് പോയാലും പറയും ഇതാ ഞങ്ങളുള്ളത് ഇതാണ്. കാരണം മടവൂർ ഷേഖ് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മടവൂർ ഷേഖ് അന്ന് 25 കൊല്ലം മുമ്പ് അന്ന് പ്രഖ്യാപിച്ചതാണ്. ഉള്ളാളം തങ്ങൾ കാന്തപുരം MA ഉസ്താദുള്ള ജമാഅത്താണ് സുന്നത്ത് ജമാഅത്ത്. അതിന് കൊല്ലാൻ സാധിക്കില്ല. അത് വളരൂ, അത് സത്യമാണ്. നിങ്ങൾ ഇത് സഹായിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ സഹായിച്ച് എനിക്കെന്തെങ്കിലും കുറവുണ്ടാവാം. അന്ന് എങ്ങനെയുണ്ട്, ഇന്ന് ഇങ്ങനെ തന്നെ ഉണ്ട്. വയസ്സായ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്?
അതാണ് ബർക്കത്ത്. ഹേയ്, എന്നോട് ആൾക്കാർ ഒരു 20 കൊല്ലം മുമ്പ് കണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതുണ്ട്, അത് എങ്ങനെ കിട്ടും? ആലിമുകളെ, ഉലമാക്കളെ, സാദാത്യങ്ങളെ ബഹുമാനിച്ചാൽ, അവർ കൈമുത്തിയാൽ മുഖത്ത് പ്രകാശമുണ്ടാവും. ഇതാണ് ഇന്ന് യുപിയില്, രാജസ്ഥാനില് 30 കൊല്ലം മുമ്പ് ഇവിടെ ബാഹ്വി അല്ലാണ്ട് സഖാഫി ഉണ്ടായിരുന്നോ? മദനി ഉണ്ടായിരുന്നോ? സൈദി ഉണ്ടായിരുന്നോ? ഈ പണ്ഡിതന്മാര്, സാദാത്യങ്ങൾ ഈ 30 കൊല്ലത്തിന്റെ ഉള്ളില് ഇന്ന് കാശ്മീർ മുതലുള്ള ആസാം, പഞ്ചാബ്, UP അവിടെ നിന്ന് ആൾ വന്നിട്ടല്ലേ സനതുമായി പോന്നത്? ഇത് മലയാളികൾക്ക് അഭിമാനമല്ലേ എന്റെ സ്നേഹിതന്മാരെ? ഇതാരാണ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ചെയ്യുന്നവർക്ക് നിങ്ങൾ സഹകരിക്കുന്നല്ലാണ്ട് അല്ല. നിങ്ങൾ വിളിച്ചാൽ നമ്മൾ രംഗത്ത് വരാൻ പറ്റൂല. രാത്രി ടവലിട്ടിട്ടാണോ AP ഉസ്താദിനെ നോക്കാൻ വരുന്നത്? അതെന്തെന്നായി പേടി? എന്താ പിന്നെ പകലെന്നെ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞൂടെ? ഇതെന്തിനാണ് ഇത് പേടിക്കുന്ന കാരണം? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞമ്മക്ക് ശക്തിയില്ല. ഞമ്മക്കുള്ള ശക്തി അർവാഹകളെ ശക്തിയാണ്. അത് നിങ്ങൾ പരീക്ഷിച്ചു കഴിഞ്ഞു. മഹാന്മാർ, അർവാഹകൾ, റൂഹുകൾ, സാദാത്യങ്ങള് സംരക്ഷിക്കുന്ന ഒരു ജമാഅത്താണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൽ. ആരും മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് കാസർഗോഡിൽ ഈ സൈദിയ 42 കൊല്ലായി. MA ഉസ്താദിന്റെ പോലത്തെ ഒരു ബർക്കത്തുള്ള 10 മന്ത്രിമാരെ ഉണ്ടാക്കടോ. ഒരു ആലിമിനെ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഒരു ഹാഫിദിനെ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇവർ പഠിപ്പിക്കുന്നത് ദീനല്ലേ? നീ മരിച്ച അല്ലാഹുമ്മ മഗ്ഫിർ ലഹു വാലിദീന, ഇനി മരിച്ച പഠിച്ചവനെ എന്റെ ഉപ്പാന്റെ മഗ്ഫിറത്ത് സ്വീകരിക്ക് എന്ന് ദുആയിരക്കുന്ന ആൾക്കാരെ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമല്ലേ ഇത്? അതുകൊണ്ട് ഞാൻ വിശദമായി പറയാൻ പോകുന്നില്ല. 30-ാം തീയതി കോഴിക്കോടിൽ പരിപാടി ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് പള്ളി അവിടെ വരും. അവിടെ എല്ലാവരും സഹകരിക്കണം. ഈ വേദിയോട് ഞാൻ പറയുന്ന എല്ലാ പാർട്ടിക്കാരോടും, നമുക്കൊരു പാർട്ടിയില്ല. കോൺഗ്രസും BJPയും മുസ്ലിം ലീഗും എല്ലാം ഇവലിസ് തന്നെ. ഇതിൽ ഉമർ ഫാറൂഖ് ഉണ്ടാക്കിയ ഒറ്റൊരു പാർട്ടി ഇല്ല ഇവിടെ. പിന്നെ അവനവനക്ക് അനുകൂലമുള്ള പോകുന്നല്ലാണ്ട് നിങ്ങൾ മാർക്സിസ്റ്റുകാരോട് പോയി, നിങ്ങൾ BJP പോയി, നിങ്ങൾ കോൺഗ്രസ്സുകാർ പോയി, ഈ ആലിമുകൾക്ക് ഒറ്റൊരു പാർട്ടിയും ഇല്ല. ഈ ഉലുമാക്കളെ കാലിലെടുത്ത് രാഷ്ട്രീയക്കാരൻ വരുന്നതല്ലാണ്ട് ഈ ഉലുമാക്കളും രാഷ്ട്രീയക്കാരന്റെ വീട്ടിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഉണ്ടാവൂല. നമ്മളെല്ലാം ഇവരെ അടിമകളാണ്. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് എന്തിനാ വന്ന്? രാഷ്ട്രീയം നന്നാക്കാനല്ല, എന്റെ ആഖിറത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേതെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ചിട്ട് ഞമ്മക്കും കേറാലോ. അല്ലാഹു റബ്ബിനോട് പറയാ, റബ്ബേ ദുനിയാവിലുണ്ടായിരുന്നു എനിക്ക് ഒന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഉലമാക്കളെ ഞാൻ സഹായിച്ചു റബ്ബേ, അതിനെ കൊണ്ട് എന്റെ മഗ്ഫിറത്ത് നീ സ്വീകരിക്കണേ, ആമീൻ എന്ന് പറഞ്ഞു പോയാൽ ആഖിറത്ത് നന്നായി പോയാൽ പിന്നെ എന്തെന്നാ വേണ്ടത്? ഇവർക്ക് ആഖിറത്തിന്റെ ചിന്തയില്ല. ഇവർക്കുള്ളത് കസാല എങ്ങനെ പൊടിക്കണം, ഒരു കസാലക്ക് എങ്ങനെയാ മസാല ഇടേണ്ടത്. അതുകൊണ്ട് ഇത് കസാല പൊടിക്കുന്ന സദസ്സല്ല. സുന്നത്ത് ജമാഅത്തിനും കസാലക്ക് ഇല്ല. സുന്നത്ത് ജമാഅത്തിനുള്ളത് ഒറ്റൊരാവശ്യമാണ്, ആഖിറത്ത് നന്നാക്കണം. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആഖിറത്ത് നന്നാകണം. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതമാണ് മരണത്തിന്റെ ശേഷം. മരണം എന്ന് പറയുന്നത് മുറിഞ്ഞു പോകുന്നതല്ല, മരണം എന്ന് പറഞ്ഞ് തുടക്ക. പണ്ട് സെൽഫികളെ കൊണ്ട് ശല്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അവരത് കുറച്ച് അടങ്ങി. ഓലൊന്നും പറയുന്നില്ല, കാരണം ഓലല്ല 16 ആയിപ്പോയി, ഓലല്ല 5-8, 10 ആയിപ്പോയി. അതാണ് സാദാത്യങ്ങളെ ഏറ്റവും വലിയ ബർക്കത്ത്. ആദ്യം ഓല്, പക്ഷെ ഈ തന്നെ അവർക്ക് ഞാൻ പറയുന്ന SKSSF ആയാലും ഓരോട് പറയുന്നത് നല്ല മഠത്തിൽ നിങ്ങൾ സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ നടത്തിക്കോളി. നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുബാരക്ക് മുടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നിങ്ങൾ ഒരു പള്ളി എടുത്തോളി. AP ഉസ്താദ് 40 കോടിന്റെ എടുത്താൽ നിങ്ങൾ 80 കോടിന്റെ എടുത്തോളി. നിങ്ങളെ കൊണ്ടത് ആന്നില്ല. ഇതാണ് പ്രശ്നം വന്നത്. അത് പഠിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാം കൂടി ഇരുന്ന് മുസാഫർത്ത് ചെയ്ത്, അന്നെന്നെ മടവൂർ ശേഖനോട് ഞാൻ പറഞ്ഞേ,
ഇത് രണ്ടും എങ്ങനെയെങ്കിലും ഒന്നായിക്കൂടെ? മടവൂർ ഷേഖ് പറഞ്ഞത് എന്താണ്? സെഹറാണ്. ഇപ്പൊ ഇത് ഒന്നാകൂല, കാലം വരുമ്പോ ഒന്നാകൂ. പക്ഷെ അതിന് പരിശ്രമിക്കില്ല. ഉള്ളാളം തങ്ങൾ എറണാകുളത്ത് സമ്മേളനം നടത്തുന്നുണ്ട്. എറണാകുളം പോവുക, സമ്മേളനം നടത്തുക, താജുലുലമ വിജയിക്കൂ, വിജയിക്കൂ, വിജയിക്കൂ. പറഞ്ഞ് 25 കൊല്ലായല്ലോ. എവിടെയെങ്കിലും പിന്നോട്ടേക്ക് പോയിനാ? വിജയമല്ലാണ്ട് ഇന്ന് മർക്കസിലും സൈദിയയിലും ഉള്ളാളത്തും പ്രൈം മിനിസ്റ്റർ വരെ കയറിപ്പോയി. ഇനി ആരാ കയറാൻ ബാക്കിയുള്ളത്? അതുകൊണ്ട് എന്റെ യുവാക്കളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് ആലിമുകളെ കാണുന്ന തന്നെ ഏറ്റവും വലിയ സിയാറത്താണ്, അവരെ കേൾക്കുന്ന തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാർ ആയുസ് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിൽ എനിക്കൊരു മഹാന്മാർ വരാനുണ്ട്. കാരണം സാദാത്യങ്ങളും ആലിമുകളും സൃഷ്ടിച്ച ആൾക്കാർ, ശിഷ്യന്മാരുകള് ആയിരക്കണക്കിന് ആൾക്കാരുകളുണ്ട്. സുന്നത്ത് ജമാഅത്ത് കേരളത്തിൽ നിലനിൽക്കും ഖയാമത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്തിനെ നിലനിർത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 30-ാം തീയതി നിങ്ങളെല്ലാവരും വരണം. ഇൻഷാ അല്ലാഹ് നമ്മളും കൂടി വരുന്നുണ്ട്. കേരളത്തിലേക്കുള്ള ഏറ്റവും വലിയ ഒരു മഹത്തായ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മുടി ഈ നാട്ടിലേക്ക് എത്തിയെന്നെ ഏറ്റവും വലിയ കറാമത്തല്ലേ? മടവൂർ ഷേഖിനെക്കാട്ടിയുള്ള 20 കൊല്ലം കൂടെ നടന്ന് അനുഭവമുള്ള. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഇൽമുൽ യഖീനല്ല ഐനുൽ യഖീനാണെന്ന്. എനിക്ക് തലക്കെട്ടും താടിയില്ല, എനിക്കും ആശയുണ്ട് ഇത് വിട്ടുപോകണമെന്ന്. പക്ഷേ അതിന്റെ അനുവാദം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് എനിക്കും ഉണ്ട് ഒരാശ. എവിടെയെങ്കിലും നല്ല ഒരു സ്ഥാപനം എടുത്തിട്ട് ഉസ്താദന്മാരുടെ അടിയിൽ ഞാനും വന്നിട്ട് ഇരിക്കണം, അല്ലാഹ് 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 എന്ന് ചൊല്ലിക്കൊണ്ട് ആഖിറത്തിലേക്ക് നിൽക്കണം. പക്ഷെ എനിക്ക് കൊടുത്ത പണി ഇതാ, ദുനിയാവിലുള്ള കുറെ ഹംകി പോലീസ് ഉണ്ട്, അതിന് ഇനി നന്നാക്കാൻ നടക്ക്, അത് ശരിയാക്കിയിട്ട് ഈ സ്ഥാപനങ്ങൾക്ക് കാവലായി ഇനി നിൽക്കണമെന്ന്. ഈ കാവലിന്റെ ഈ സ്ഥാപനങ്ങൾക്ക് സാദാത്യങ്ങളെ വീട്ടിലെ പട്ടിയായി കാവലായി നിൽക്കുന്ന ഒരു മഹത്വായ പരിപാടി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എനിക്കത് സന്തോഷമാണ്. അതുകൊണ്ട് അതേപോലെ ഏപ്രിൽ 11-ാം തീയതി ഉസ്താദിന്റെ കേരള യാത്ര മംഗലാപുരത്ത് നിന്ന് തുടങ്ങും. ആ സമയത്തും കൂടി ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ പങ്കെടുത്ത് സൗഹാർദ്ദമായ യാത്ര. കാരണം നമുക്ക് രാഷ്ട്രീയം കൊണ്ട് ഒരു പ്രശ്നമില്ല. ലീഗ് വന്നാലും കോൺഗ്രസ്സുകാർ വന്നാലും ജനതാദൾ വന്നാലും BJP വന്നാലും അൽഹംദുലില്ലാഹ് ദുനിയാവിലേക്കുള്ള ഒരങ്ങാടി പോകുമ്പോ പീടിയുണ്ട്, ആചാര പീടിയുണ്ട്, ചെട്ടി പീടിയുണ്ട്, സോമന്റെ പീടിയുണ്ട്. ഏത് പീടിയാലും നല്ല സാധനം പോയി മേടിക്കുന്നല്ലാണ്ട് ബജാർ പോകുമ്പോണ്ട് പിന്നെ ജാതി നോക്കല്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ബജാറാണ്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള യാതൊരു സംബന്ധമില്ല. അൽഹംദുലില്ലാഹ് ഇവിടെ ദീന് നിലനിർത്താനും സുന്നത്ത് ജമാഅത്തിന്റെ ആശ്രയം നിലനിർത്താനുള്ള മഹത്വായ സേവനങ്ങളും നടത്തുന്ന ഈ സ്ഥാപനങ്ങള് ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും, പണക്കാർ പ്രത്യേകിച്ചിട്ട്, ഇന്ന് തീരുമാനിക്കുക, പഠിച്ചവനെ എന്റെ ഇതാ സമ്പാദ്യത്തിൽ ഒരു 20% ഞാൻ കൊടുക്കുന്നു. ഇവിടെ കൊടുത്ത അവിടെ ആഖിറത്തിൽ ഖബറിൽ ഇതിന്റെ സുഖം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ കൊടുക്കുന്ന ആൾക്കാരിൽ ഞങ്ങൾ നിങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദീന ഉലമാക്കളുടെ സദസ്സാണ്. ഈ സദസ്സിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത് ദുആ ഇറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഹയാത്തുള്ളവരെ സുന്നത്ത് ജമാഅത്തിനെ മുറുക്കി പിടിച്ച് അതിന് സേവനം ചെയ്യാനുള്ള ശക്തി അല്ലാഹു തആല നമുക്ക് കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് MA ഉസ്താദ് അവറുകള്, മഹാനവറുകള് പല സന്ദർഭത്തിൽ വിളിച്ചാലും, കാരണം ഞാനൊരു ദർസില്ലാത്ത മൊയിലാറെ പോലെയാ. ഇന്ന് ആന്ധ്രയിലും കർണാടകത്തിലും കേരളത്തിലും എല്ലാ ഭാഗത്തുനിന്നും ചുരുങ്ങിയ മാസത്തിൽ ഒരു 15 ദിവസം ദീനിന് വേണ്ടിയിട്ട്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് പല പരിപാടികൾക്ക് ഞാൻ പോകുന്നുണ്ട്. ആ പോവാനുള്ള ശക്തി അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതെല്ലാം കാസർഗോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജില്ലയാണ് ഇത്. ഈ ഭാഗത്തുള്ള ദീനിന്റെ കാരണം മലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ വിശ്രമിക്കുന്ന ജില്ലകളാണ്. ഒരുപാട് സാദാത്യങ്ങള്, എത്രയാ ഞാൻ പേര് പറഞ്ഞുകൊണ്ട് പോയാല് ഒന്നല്ല രണ്ടല്ല നൂറല്ല ആയിരക്കണക്കിന് സാദാത്യങ്ങള്. ഒരു ഭാഗത്ത് കുമ്പോളത്തങ്ങള്, ഒരു ഭാഗത്ത് ആദൂർ തങ്ങന്മാര്, എത്ര മഹാന്മാര് വിശ്രമിക്കുന്ന ഈ ജില്ലയില്. അതുകൊണ്ട് ഇവിടെ ബർക്കത്തും നല്ലതുണ്ട്.
ആ ബർക്കത്ത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു മോളെ ഇവിടെയും കൊടുത്തിട്ട് പുയ്യാപ്പള്ളായി നോക്കട്ടെ എന്ന്. ഒരു മോള് ഇവിടെ കൊടുത്ത് ഒരു പുയ്യാപ്പള്ളി ഇവിടെ എടുത്ത്. കാരണം ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സുന്നത്ത് ജമാഅത്തിന്റെ കൊടി പറക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പടി കൊടുക്കുമാറാകട്ടെ. നമ്മൾ വർഗീയവാദികളല്ല, അന്യജാതിക്കാരെ എതിർക്കുന്നവരല്ല. വർഗീയതം എന്ന് പറയുന്ന ഇസ്ലാമിലില്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചത്. ആ പൗരത്വം നോക്കിയിട്ടാണ് ഇവിടുന്ന് പഠിച്ച സൈദിക്ക് വഖഫ് ബോർഡിന്റെ മെമ്പറാക്കി കർണാടക ഗവൺമെന്റ്. കാരണം നല്ല ഒരു ആരാണ് ഒരു ആ സൈദി മെമ്പർ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് വയറ്റിൽ വേദന. അമ്മോ എത്രയാ വയറുന്ന് എളിന്ന് ചെറുത്തി വേറെ വയറ്റിന്ന് പോക്ക് വേറെ. എന്താ അതായിപ്പോയെ, അയ്യോ അയാളായിപ്പോല്ലേ. ഞാൻ പറഞ്ഞു എന്താ ചെയ്താലെന്താ? വഖഫ് ബോർഡിന് മുസ്ലിം അല്ലാണ്ട് ഇനി ഏതെങ്കിലും റാമന സോമനെ കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റുക? ഒരു ആലിമിനെ വേണം, ഏറ്റവും നല്ല ആലിം സൈദിയെന്ന് പഠിച്ചത് ഗവൺമെന്റ് നിയമിച്ചതിന് തെറ്റെന്താ ഉള്ളത്? ഒരു തെറ്റില്ല. നിങ്ങൾ സദാനന്ദ ഗൗഡായി ഒത്തുപോയി. ഞാൻ പറഞ്ഞു സദാനന്ദ ഗൗഡന്റെ വീട്ടിൽ എനിക്കിന്ന് പുയ്യാപ്പള്ള കൊണ്ടുവരാനുണ്ടാ എന്നാണ് ഈ പറയുന്നത്. ഓന്റെ പാർട്ടി വേറെ എന്റെ പാർട്ടി വേറെ. ഇലക്ഷനിൽ വരുമ്പോ പാർട്ടി, പക്ഷെ ഗവൺമെന്റ് അവരെ കയ്യിലുണ്ട്. അതും ഡെമോക്രസിയാണ്, പ്രജാപ്രഭുത്വമാണ്. അതുകൊണ്ട് ഞങ്ങള് ആര് ഭരണത്തിലുണ്ടെങ്കിലും എത്രത്തോളം സഹകരിക്കണയോ സഹകരിക്കൂ. പക്ഷെ ദീനുൽ ഇസ്ലാമിനെ എതിർത്താൽ അവനല്ല അവന്റെ ഉപ്പാപ്പ വന്നാലും എതിർക്കൂ. ആ ശക്തിയാണ് ഞങ്ങളുടെ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചത്. അതാണ് നമുക്ക് പഠിപ്പിച്ചത്. ആ പഠിപ്പ് ഇന്നും സുന്നത്ത് ജമാഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ಹಯಾತಾಗಿ ನಿಲನಿರ್ತಿട്ടുണ്ട്. ಇನ್ನು ನಾನು ಜಾಸ್ತಿ ಏನು ಹೇಳಕ್ ಹೋಗೋದಿಲ್ಲ. ನಿಮ್ಮೆಲ್ಲರಿಗೂ ಒಳ್ಳೇದಾಗಲಿ. ಇಲ್ಲಿ ಅನೇಕ ಜನ कर्नाटकदವರು कन्नड़ದ मಕ್ಕಳು ಕೂಡ ಕಲ್ತಿದ್ದಾರೆ. बहुत सारे लोग यूपी से आसाम से आकर जो है आप लोग यहाँ पर तालीम पाए हैं. अल्लाह सुब्हानहु व तआला, क्योंकि यहाँ पर जो है केरला एक ऐसी जगह है, हिंदुस्तान में सबसे पहले मस्जिद अगर कहीं बनी गई तो 1300 साल पहले कोडंगल्लूर में मलिक दिनार रजी अल्लाह ताला के खानदान वालों ने बनाई. ആദ്യമായ പള്ളി ഇന്ത്യയിൽ വന്നത് അത് കേരളത്തിലാണ്. അതുകൊണ്ട് തുണി കെട്ടിയ മലയാളികളെന്ന് ആരും നിസ്സാരാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില അംകികൾ കൊണ്ട് മലയാളികൾ പേര് ബടുക്കായിപ്പോയല്ലാണ്ട്. അല്ലെങ്കിൽ ഇത് ഏറ്റവും നല്ല പാരമ്പര്യമുള്ള ദീനെ മുറുക്കി പിടിക്കുന്ന ഒരാൾക്കാരാ. ഇത് അച്യുതാനന്ദനോട് ഞാൻ പറഞ്ഞു തന്നെ. എയർപോർട്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അച്യുതാനന്ദ നീ വിചാരിക്കല്ല ഞങ്ങളെല്ലാം കൂടി കൈക്കൂലി വാങ്ങുന്നവരാണെന്ന്. അന്ന് എയർപോർട്ട് ഞാൻ കൊടുത്തത് മറ്റന്നൂർ മമ്മു മുസ്ലിയാരെ പഠിക്കാൻ പറ്റി. ഷേഖ് മടൂർ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അവരെ പഠിക്കാൻ പറ്റി. മറ്റന്നൂരിൽ എയർപോർട്ട് വേണം. അന്ന് ഞാനും അന്നല്ലാണ്ട് വേറെ ആർക്കും അറിഞ്ഞൂടാ. അന്നൊരു 200 ഏക്കർ ഭൂമി മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 200 കോടി രൂപ ആയിരുന്നു. പക്ഷെ മാപ്പളന്മാർ എന്തും ഗവൺമെന്റിന് വഞ്ചിക്കൂല. വഞ്ചിക്കുന്ന ജാതി ഞങ്ങളല്ല. സുന്നത്ത് ജമാഅത്തിന്റെ മന്ത്രികളായി ഇന്ന് നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് 4ാമത്തെ എയർപോർട്ട് അന്നത്തെ പ്രൈം മിനിസ്റ്റർ എതിർത്തു. എന്തിനാ 4? ഞാൻ ഗുജറാത്തിനോട് പറഞ്ഞു എനിക്ക് 1 കെട്ടാവോ, മാപ്പിളാർക്ക് 4 കെട്ടാ. അതുകൊണ്ടാണ് ഞാൻ 4ാമത്തെ കൊടുത്ത് പോടാന്ന് പറഞ്ഞു. ഇന്ന് കണ്ണൂരിൽ എയർപോർട്ടിന്റെ പണി തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ ഒരു ചുടുചിർപ്പ് ഉണ്ടാകണം. ഈ ധൈര്യം വരുന്നത് എവിടെയാ? ഈ മഹാന്മാരെ കൈമുത്തുന്നുണ്ട്. തടിക്കും ശക്തിയുണ്ട്, ആഫിയത്തിന് ശക്തിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ആ ശക്തി നിലനിർത്തുമാറാകട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും ദുആ MA ഉസ്താദുകൾ, AP ഉസ്താദുകൾ, എല്ലാ സാദാത്യങ്ങളും ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ ഇനി 35 പറഞ്ഞതിന്റെ ഒരു 10 സെന്റ് ഞാൻ വന്ന ഇടക്ക്. കാരണം ഒരു 10 സെന്റ് ഇൻഷാ അല്ലാഹ് ഈ 2 ഏക്കറിൽ 10 സെന്റും കൂടി ഞാൻ മേടിക്കാൻ. കാരണം 9 പെൺകുട്ടികളുണ്ട്, 1 കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 10 സെന്റ് എന്റെ ഭാഗത്തുനിന്ന് അല്ലാഹു തആല ഞാൻ അതിനെ ഹദിയ ചെയ്തിട്ട് പഠിച്ചവനെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു സർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. വന്യരായ ശൈഖുന ഖമറുൽ ഉലമ AP ഉസ്താദ് ആ 2 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം ഉണർത്തിയപ്പോ വന്യരായ ഇബ്രാഹിം സാഹിബ്, CM ഇബ്രാഹിം സാഹിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത്